നമസ്കാരം. പണ്ട് പങ്കിലക്കാടിനും മീട്ടുവിനും ഡിംഗഭഗവാനും മുമ്പേ എഴുതി വയ്ക്കപ്പെട്ടതാണ് ധർമാവതാരങ്ങളെക്കുറിച്ചും യുഗോദയങ്ങളെക്കുറിച്ചും. ഇന്ന് സകലവും പങ്കിലമാകുന്ന ഈ കാലത്ത് ശക്തരിൽ ശക്തനും എതിരാളിക്കൊരു പോരാളിയുമായ ഡിങ്കന് പോലും പിടികിട്ടാത്ത പുതുയുഗം അവതരിച്ചിരിക്കുകയാണ്. 3 യുഗങ്ങൾക്ക് ശേഷം കലിയുഗം ആരംഭിച്ചു എന്നായിരുന്നു ഡിങ്കൻ പോലും കരുതിയിരുന്നത്. എന്നാൽ കലിയുഗത്തിന് ഇടെ കടന്നുവന്ന ഒരു പുതുയുഗം ഇതാ അതിൻ്റെ ക്ലൈമാക്സിലേക്ക് കടക്കുന്നു. സോളാർ യുഗം. സോളാർ യുഗത്തിൽ ഈ സരിതാവതാര കാലത്ത് അമ്പും തുമ്പും തിരിയാതെ ഉമ്മൻചാണ്ടിയും കൂട്ടുകാരും അന്തം വിട്ടിരിക്കുകയാണ്. സോളാർ യുഗ കാലത്തെ അന്തിപ്പുകളുമായി ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. 4 യുഗങ്ങളിൽ കലിയുഗമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന സങ്കല്പമൊക്കെ തകർന്നു കഴിഞ്ഞു. കലിയുഗമൊക്കെ തൽക്കാലത്തേക്ക് മാറ്റിവെച്ച് സോളാർ യുഗം ലോകത്ത് അവതരിച്ചതോടെ യുഗാവതാരമായ സരിത എസ് നായർ ഉമ്മൻചാണ്ടി എന്ന സോളാർ യുഗത്തിലെ വില്ലനെതിരായ യുദ്ധത്തിലാണ്. സോളാർ യുഗത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും മാത്രമല്ല മറ്റു സാഹചര്യങ്ങളിലും വ്യത്യസ്തതകൾ വന്നു ഭവിക്കും. സോളാർ കാലത്തെ DGPയുടെ സ്ഥിതിയും വ്യത്യസ്തമല്ല. അസാധാരണമായ പ്രഭാവം പ്രകടിപ്പിക്കുകയും സോളാർ തട്ടിപ്പിലെ തെളിവുകളെല്ലാം തൻ്റെ ജൂനിയർ ഉദ്യോഗസ്ഥൻ IG TJ ജോസ് നശിപ്പിച്ചു കളഞ്ഞു എന്ന വെളിപാടിന് ഇരയാവുകയും ചെയ്യും. സോളാർ കമ്മീഷന് മുന്നിൽ മുഖ്യമന്ത്രി രക്ഷിക്കാൻ അമ്മാതിരി യുഗമൊഴി സമർപ്പിക്കുകയും ചെയ്യും. എന്തായാലും സോളാർ കാലത്തെ IG യെക്കുറിച്ചാണ് VS അച്യുതാനന്ദനും പരാതിയുള്ളത്. ബഹുമാനം മനസ്സിലാവേണ്ടത് കയ്യുമേലല്ല. ഓക്കേ, ഈ DGPക്കും സോളാർ കേസടക്കമുള്ള മുഖ്യമന്ത്രിയുടെയും മറ്റ് മന്ത്രിമാരുടെയും വൃത്തികെട്ട അഴിമതി കേസുകൾ തേച്ചുമാച്ച് കളയുന്നതിലുമാണല്ലോ ജാഗ്രത. അതിനുള്ള ഗവേഷണത്തിലാണ് DGP സെൻകുമാർ. സല്യൂട്ട് അല്ല ഇവിടെ പ്രശ്നം. വാക്സിൻസ് കിട്ടിയില്ലേ? എവിടെ? ഉണ്ണിക്കുട്ടൻ, ഉത്തരാമചരിതം, മനോരാജ്യം, ടോംസ്, പൂമ്പാറ്റി എവിടെ? അടിയിലുണ്ട് സാർ. അടിയില്ല, ഇവിടെ. ആ മിടുക്കൻ, കൈ കൊടുക്ക്. സമയായിട്ടില്ല, പിന്നെ തരാം. നാട്ടിലാകെ ഗുണ്ടകൾ അഴിഞ്ഞാട്ടം നടത്തിയിട്ടും DGP കോളേജ് കുട്ടികളെപ്പോലെ ഫേസ്ബുക്കിൽ കളിച്ചു നടക്കുകയാണ്. ഓഹോ സാർ, പാലൊന്നും എനിക്ക് വേണ്ട ചങ്ങാതി, ഞാനിതൊന്ന് വായിക്കട്ടെ. ഇതിനാണോ അദ്ദേഹം തോളിൽ IPS തൂക്കിയിട്ട് നടക്കുന്നത്? വായിക്കാനും സമ്മതിക്കണില്ലോ ഈ പിശാചുക്കള്. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ഈ DGP സോളാർ കമ്മീഷന് മുൻപിൽ നൽകിയ മൊഴി എന്തായിരുന്നു അത്? പിശാശെന്ന് കേട്ട് പേടിക്കൊന്നും വേണ്ട. ആസ്ട്രേലിയയിലൊരു ജീവിയാണ് പിശാശ്. അതെന്താ അവിടെ മാത്രം പിശാശ് വന്നേ? സോളാർ കേസുമായി ബന്ധപ്പെട്ട സരിതയുടെ ഫോൺ കാൾ ലിസ്റ്റ് മുഴുവൻ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയാത്ത വണ്ണം അന്വേഷിച്ച IG നശിപ്പിച്ചു കളഞ്ഞു പോലും. ഷുവർ? കോപ്പിയടി വീരനായ IG TJ ജോസാണ് ഇത് നശിപ്പിച്ചതെന്ന് DGP തന്നെ സോളാർ കമ്മീഷന് മുമ്പിൽ പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഈ വിദ്വാൻ എന്തു ചെയ്തു? ആ കോപ്പിയടി വീരനെ യൂണിവേഴ്സിറ്റി ഡീബാർ ചെയ്തിട്ടും വിജിലൻസ് ഡയറക്ടർ ശങ്കർ റെഡ്ഡി ക്ലീൻ ചിറ്റ് നൽകി സർവീസിൽ തിരിച്ചെടുത്തു. ഈ പാവാര സാറിനൊരു പരാതി നേരിട്ട് തരാൻ വേണ്ടി വന്നിരിക്കുക. എന്നിട്ട് പരാതി എവിടെ? ഇതൊന്ന് പിടിച്ചേ. പോലീസ് സ്റ്റേഷനിലേക്കണ്ട മുതുക്ക പരാതി കൊണ്ടുവരണേ. അല്പം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ സാറിന് പരാതി ഇഷ്ടമല്ലെന്ന്? ജോറല്ലേ ഇനി ഇദ്ദേഹത്തിന്റെ പദവി DGP ലോ ആൻഡ് ഓർഡർ എന്നതിന് പകരം DGP ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് തിരുത്തുന്നത് നന്നായിരിക്കും. എന്റെ അമ്മോ, വില്ലനാരാന്ന് ഞാൻ നോക്കിപ്പോ 23-ാം നോക്കാൻ പറ്റേ. ഞാൻ ഇത്രയും ഗൗരവമായ കാര്യങ്ങൾ വായിലെ വെള്ളം പറ്റിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാറ് പൂമ്പാറ്റം വായിച്ചോണ്ടിരിക്കുകയാണ്. അതുങ്ങൾ തന്നെ. കാലം മാറുന്നതിനനുസരിച്ച് DGPയും മാറിയെന്നേ ഉള്ളൂ VS. പണ്ട് കാലത്തെ DGPമാർ പൂമ്പാറ്റ വായിക്കും. ഈ കാലത്ത് സെൻകുമാർ ഫേസ്ബുക്ക് വായിക്കുക മാത്രമല്ല കുറിപ്പിടുകയും ചെയ്യും. സോളാർ യുഗത്തിൽ എല്ലാം അങ്ങനെയാണ്. എന്തായാലും പ്രധാനമായും സെൻകുമാർ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത് DGP ജേക്കബ് തോമസിനെ ശരിപ്പെടുത്താനാണ്.
ഉമ്മൻചാണ്ടിയെ നിരന്തരം കുഴപ്പത്തിലാക്കുന്ന ജേക്കബ് തോമസിനെ എപ്പോൾ കണ്ടാലും രണ്ട് ചീത്ത വിളിക്കാനും ഫേസ്ബുക്കിൽ ഇടാനും സെൻകുമാറിന് തോന്നാറുണ്ട്. ഇത്തിരി തൊലി വെളുപ്പും സൗന്ദര്യം ഉണ്ടെന്ന് വിചാരിച്ച് ഡിപ്പാർട്ട്മെന്റിൽ ഷൈൻ ചെയ്യാൻ ഒക്കില്ല. അയാള് വെറും ഒരു കഴുതയാ, വെറും തടി മാത്രമേ ഉള്ളൂ, പൊണ്ണത്തടി. അയാളെ തലയിൽ മുഴുവൻ പിണ്ണാക്ക. ഈ പിണ്ണാക്കിനും വെളിച്ചെണ്ണയ്ക്ക് ഇപ്പൊ മാർക്കറ്റിൽ എന്താ വില? അതുകൊണ്ട് ഞാൻ ഇപ്പൊ പശുക്കൾക്ക് കൊടുക്കുന്നത് പരുത്തിക്കുര. പരുത്തിക്കുര നല്ലതല്ലേ? സൂക്ഷിച്ചു നോക്കണ്ട. നിങ്ങളുടെ തലയിൽ പിണ്ണാക്കാണെന്ന് ഞാൻ പറഞ്ഞു. അത് ഇൻവെസ്റ്റിഗേഷന്റെ വേറൊരു മെത്തേഡാണ്. അത് ഡിപ്പാർട്ട്മെന്റ് ആവശ്യമാണ്. ഓക്കേ, ശരി സാർ. സെൻകുമാർ പറയുന്നതിൽ എന്താണൊരു തെറ്റ്? VS-നെ പോലുള്ളവർ പറയുന്നതൊക്കെ കേട്ടാൽ തോന്നും DGP ആണ് എല്ലാം ചെയ്യുന്നതെന്ന്. അപ്പോൾ പിന്നെ ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയുമൊക്കെ എന്തിനാണ് നാട്ടിൽ? അവരെ രക്ഷപ്പെടുത്താനല്ലേ പാവപ്പെട്ട സെൻകുമാർ ഇതിനൊക്കെ ഇരയായി നിന്നുകൊടുക്കുന്നത്? ഈ DGP-യോട് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും എന്തു പറയുന്നുവോ അത് ചെയ്യുന്നു. അപ്പോൾ പിന്നെ DGP-യെ മാത്രം കുറ്റം പറയുന്നത് എന്തിന്? ഇതൊക്കെ കണ്ടിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ചർമ്മകാഠിന്യമാണ് കഷ്ടം. തൊലിക്കട്ടി എന്ന വാക്കാണ് കോടിയേരിയും പിണറായിയുമൊക്കെ ഉപയോഗിക്കുന്നത്. പകരം VS ചർമ്മകാഠിന്യമാക്കി. എന്തായാലും അർത്ഥം ഒന്നു തന്നെയാണല്ലോ. അപ്പോൾ ഈ കഷ്ടം എന്നത് ആരുടെ സംഭാവനയാണ്? ചർമ്മകാഠിന്യമാണ് കഷ്ടം എന്നുള്ളത് കാണുകയല്ല. അതിൽ നിങ്ങൾ ചേർത്തോളൂ, എൻ്റെ വകയാണ്. മാത്രമല്ല, എവിടെ നിങ്ങൾ നോക്കിയാലും ഒരു ബോർഡ് കാണാമല്ലോ, കൈ ഉയർത്തി പിടിച്ചിരിക്കുന്നു. ആരുടെ? നമ്മളെ ഇയാളുടെ രാഹുൽ ഗാന്ധിയുടെയും ചെന്നിത്തലയുടെയും കൈ. കേരളം ഭദ്രം, കേരളം ഭദ്രം. ഈ സാധനങ്ങളാണ്. സരിതാ നായരും മറ്റേ ബിജു രാധാകൃഷ്ണനും എല്ലാം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒതുക്കുക. ഇതാണല്ലോ പോലീസിന്റെ ഇപ്പോഴത്തെ ജോലി. എന്തൊക്കെയാണ് ഒതുക്കുന്നത്? ഒതുക്കൽ പ്രക്രിയയ്ക്കായി സരിതയുടെ ഇഷ്ടം പോലെ നിവേദ്യങ്ങൾ സോളാർ കമ്മീഷന് മുന്നിൽ നിരന്തരം വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടിയുടെ സർവകാല സഹായങ്ങളെക്കുറിച്ചും വഞ്ചനകളെക്കുറിച്ചും സരിത മൊഴിഞ്ഞു കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ പ്രിയപ്പെട്ട ബെന്നി ബെഹന്നാനും തമ്പാനൂർ രവിക്കും പിന്നാലെ അതാ വരുന്നു PC വിശ്വനാഥിന്റെ കഥകളും. മാനവിക യാത്ര എന്ന് പറഞ്ഞിട്ടൊരു യാത്ര 2012 നടത്തിയിരുന്നതിന്റെ ഫണ്ട് പിരിവിനും അത് ഞാൻ ഒറ്റപ്പാലത്ത് ഞങ്ങൾക്കൊരു എനർജി മാർട്ട് ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നു. എനർജി മാർട്ട് ഉണ്ട്. അപ്പോൾ എനർജി മാർട്ടിന്റെ വർക്ക് നടക്കുന്ന സമയത്ത് അതിന്റെ പ്രീ ഇനോഗ്രേഷൻ ഡേറ്റിലാണ്. അപ്പോൾ അതിന്റെ കുറച്ച് വർക്ക് നടക്കുന്ന സമയത്ത് പിന്നെ ഞാൻ അവിടെ പോയിരുന്നു. അപ്പോൾ അവിടെ ഒറ്റപ്പാലത്ത് അവിടെ വെച്ച് കാണാം എന്നാണ് പറഞ്ഞത്. മാനവിക യാത്ര വന്ന ഡയസിന്റെ അടുത്ത് വെച്ചിട്ടാണ് ഞാൻ ചെന്ന് ഫോൺ ചെയ്തു. അപ്പോൾ അദ്ദേഹം കാറിലൊരു ഇന്നോവയാണ്, ഇന്നോവയുടെ അടുത്തുള്ള നിൽക്കുന്ന ഒരാളുടെ പണം കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ആ കവർ അവിടെ കൊടുത്തു. ഫസ്റ്റ് കൊടുത്തത് 1 ലക്ഷം രൂപയാണ്. പിന്നെ സെക്കൻഡ് എറണാകുളത്ത് എത്തുമ്പോൾ 9-ാം തീയതി എന്തോ ആണ് അത് എറണാകുളത്ത് എത്തിയെന്നാണ് എൻ്റെ ഓർമ്മ. ഒക്ടോബർ 9-ന് എത്തിയ സമയത്ത് രണ്ടാമത്തെ ഷെഡ്യൂള് ഗസ്റ്റ് ഹൗസിൽ വെച്ച് 1 ലക്ഷം രൂപയും കൂടെ, അങ്ങനെ ടോട്ടൽ 2 ലക്ഷം രൂപ. വിഷ്ണുനാഥിനും കോഴ കൊടുത്തതായാണ് ഇന്നത്തെ സരിതാ മൊഴി. വിഷ്ണുവിന് 2 ലക്ഷം രൂപയാണത്ര കൊടുത്തത് യൂത്ത് കോൺഗ്രസിന്റെ മനുഷ്യ മനസാക്ഷി ഉയർത്തുന്ന യാത്രയ്ക്ക് വേണ്ടി. ഇതൊക്കെ വിഷ്ണുനാഥിന് നേരിട്ടാണോ കൊടുത്തത്? വിഷ്ണുനാഥ് തന്നെയാണ് വിളിച്ച് സംസാരിക്കുന്നത്. അത് അദ്ദേഹം ആർക്ക് വേണമെങ്കിലും നിഷേധം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. നിഷേധിച്ചൂടെ? ഇന്നിപ്പോ അവര് പറയണത് എനിക്ക് നിഷേധിക്കാം, ഞാൻ പറയണത് അവര് നിഷേധിക്കാം. അത് എനിക്കതിന് തെളിവില്ല. ഉള്ള കാര്യം ഞാൻ പറയാം. ഇതിന് തെളിവില്ല. കാര്യം പാർട്ടി ഫണ്ട് കൊടുത്തിട്ട് റസീത് ചോദിക്കാനോ കോഡ് കൊടുത്തിട്ട് റസീത് എഴുതി തരണമെന്ന് പറയണ മണ്ടന്മാരൊന്നും അല്ല അവരാരും. കോഡ് കൊടുത്തിട്ട് റെസിപ്റ്റ് എഴുതി താ എന്ന് പറഞ്ഞാൽ അവരാരും എഴുതി തരില്ല എന്നാണ് എന്റെ വിശ്വാസം.